Hi, good morning. This is Lakshmi with you in OBG nursing classes. So, today and in this session, we will learn about the fetus in utero. എങ്ങനെയാണ് ഫീറ്റസ് യൂട്രസിനകത്ത് കിടക്കുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് അതിന്റെ പൊസിഷൻ എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത്. We will move on to the slides. സോ ഫസ്റ്റ് തന്നെ നമ്മുടെ ക്ലാസ് ഒരു നല്ല ഒരു വേർഡോടുകൂടി തുടങ്ങുക അല്ലെ, ഒപ്റ്റിമിസം. എന്താണ് ഒപ്റ്റിമിസം? ഇറ്റ്സ് ദ ഫെയ്ത്ത് ദാറ്റ് ലീഡ്സ് ടു അച്ചീവ്മെന്റ്. നത്തിങ് ക്യാൻ ബി ഡൺ വിതൗട്ട് ഹോപ്പ് ആൻഡ് കോൺഫിഡൻസ്. നമ്മുടെ ഹെലൻ കെല്ലർ പറയേണ്ട ഒരു ആവശ്യമില്ല അല്ലെ, ഇൻട്രൊഡക്ഷനും വേണ്ട. സോ നമ്മുടെ ഹെലൻ കെല്ലർ പറഞ്ഞ ഒരു കോട്ടാണിത്. ഒപ്റ്റിമിസം ഇസ് ദ ഫെയ്ത്ത് ദാറ്റ് ലീഡ്സ് ടു അച്ചീവ്മെന്റ്. നത്തിങ് ക്യാൻ ബി ഡൺ വിതൗട്ട് ഹോപ്പ് ആൻഡ് കോൺഫിഡൻസ്. അപ്പൊ നിങ്ങൾ പഠിക്കാനൊക്കെ ഇരിക്കുകയാണ് അല്ലെ, ആദ്യം ഇരിക്കുമ്പോ തന്നെ ഇതെന്ത്, എന്നെ കൊണ്ട് ഇത് പറ്റുമോ, അങ്ങനെ ചിന്തിക്കാതെ ഐ ക്യാൻ ഡു ഇറ്റ്. ഓക്കെ, അങ്ങനെ ഒരു വിശ്വാസം, എനിക്കിത് നേടാൻ പറ്റും, എനിക്കിത് പഠിച്ചാൽ മനസ്സിലാകും, ഞാൻ ഒന്ന് വിചാരിച്ചാൽ മതി, എന്റെ ഈ ക്ലാസ് ഈ കൈത്തുമ്പിലുണ്ട്, ഇതെല്ലാം എനിക്ക് കേൾക്കാൻ പറ്റും, പഠിക്കുന്നത് ഞാൻ മനസ്സിലാക്കി എടുക്കുകയും ചെയ്യും എന്ന വിശ്വാസത്തോടെ എന്ത് കാര്യം ചെയ്യുമ്പോൾ പൂർണ്ണ വിശ്വാസത്തോടെ നമ്മൾ ചെയ്യുവാണെങ്കിൽ അതിന്റെ 100% എഫക്റ്റ് നമ്മൾക്ക് കിട്ടും, അല്ലെങ്കിൽ ആ ഫലം നമുക്ക് കിട്ടും. സോ ബി ഓപ്റ്റിമിസ്റ്റിക് ഓൾവേസ്. എന്ത് കാര്യത്തിനാണെങ്കിലും ഓക്കെ, അത് അങ്ങനെ വന്നാൽ അത് അങ്ങനെ നടക്കും. അത് ഒരു വിശ്വാസം, ഒരു ശുഭാപ്തി വിശ്വാസം നമുക്ക് എല്ലാ കാര്യത്തിലും ഉണ്ടാകും. സോ എല്ലാവരും ഒപ്റ്റിമിസ്റ്റിക് ആയിട്ട് ഇരിക്കുകയല്ലേ. അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മുടെ ഫീറ്റസ് ഇൻ യൂട്രോ, നമ്മുടെ കുഞ്ഞ് എങ്ങനെയാണ് നമ്മുടെ യൂട്രസിനകത്ത് കിടക്കുന്നത് എന്ന് പഠിക്കും. സോ കണ്ടോ, ഇങ്ങനെയാണ് നോർമലി നമ്മുടെ കുഞ്ഞ് കിടക്കേണ്ടത്. ഓക്കെ, ഒരു ഡെലിവറിയുടെ ടൈം ഒക്കെ ആകുമ്പോഴത്തേക്ക്, ടേം ഒക്കെ ആകുമ്പോഴത്തേക്ക് നമ്മളുടെ കുഞ്ഞ് ഏകദേശം അല്ല, നോർമലി ആൾ ഇങ്ങനെ കിടന്നാൽ മാത്രമേ നമ്മൾ സ്മൂത്ത് ആയിട്ട് നമ്മുടെ അമ്മയുടെയും നമ്മുടെ കുഞ്ഞിന്റെയും നമ്മുടെ ലേബർ റൂം ടീമിന്റെയും ഒക്കെ കാര്യങ്ങൾ സ്മൂത്ത് ആയിട്ട് നടന്നു പോകുന്നു. നോർമലി ആള് കിടക്കേണ്ട പൊസിഷനാണ് ഇത്. സോ fetus lies in the uterine cavity and is freely moving with the presence of lighter amni. പുള്ളി അവിടെ ചുമ്മാതെ കിടക്കുവാണ് അല്ല, പുള്ളി എന്താണ്, ആവശ്യത്തിന് വെള്ളമൊക്കെ ഉണ്ട്, അപ്പൊ അതിനകത്തിലൊക്കെ നീന്തി തുടിച്ച് ഇങ്ങനെ നടക്കുകയാണ് നമ്മുടെ യൂട്രസ്. ആൻഡ് ദ റിലേഷൻ ബിറ്റ്വീൻ ഫീറ്റസ് ആൻഡ് പെൽവിസ് ആർ ഡിസ്ക്രൈബ്ഡ് ആസ് ലൈഫ്, പ്രസന്റേഷൻ, പൊസിഷൻ ആൻഡ് ആറ്റിറ്റ്യൂഡ്, which is really important in determining the prognosis of labor. അപ്പം നമുക്ക് കുഞ്ഞിങ്ങനെയൊക്കെ കിടക്കുവാണെങ്കിലും ആള് വേറെ ഏതെങ്കിലും ഒരു സൈഡിലേക്ക് തിരിഞ്ഞു കിടക്കുവോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം അവിടെ ഒപ്പിച്ചാല് നമ്മൾക്ക് ഇങ്ങനെ താഴെ ലേബർ ആകുമ്പോഴത്തേക്ക് എല്ലാം കോംപ്ലിക്കേഷൻ ആവും. അപ്പം ആള് മര്യാദയ്ക്ക് നല്ലൊരു പൊസിഷനിൽ കിടക്കേണ്ടത് നമ്മളുടെ ലേബർ സ്മൂത്ത് ആയിട്ട് പോകാനും അതിന്റെ ഗുഡ് പ്രോഗ്നോസിസിനും വേണ്ടി ഒത്തിരി അത്യാവശ്യമാണ്. സോ ഈ പെൽവിസ് ക്യാവിറ്റിയിലകത്താണല്ലോ നമ്മുടെ ഫീറ്റസ് കിടക്കുന്നത്. സോ ആ പെൽവിസിനകത്ത് ഈ ഫീറ്റസ് കിടക്കുമ്പോൾ നമ്മൾ അതിന് കുറച്ച് കാര്യങ്ങൾ കൊണ്ടിട്ടാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, ഫീറ്റൽ ലൈ എങ്ങനെയാ, ഫീറ്റസിന്റെ പ്രസന്റേഷൻ എങ്ങനെയാ, പൊസിഷൻ എങ്ങനെയാ, എനിക്ക് അപ്പൊ അതിന്റെ വേർഡ്സ് ആണ് ലൈ, പ്രസന്റേഷൻ, പൊസിഷൻ ആൻഡ് ആറ്റിറ്റ്യൂഡ്. ഓക്കെ, ഈ വേർഡ്സ് വഴിയാണ് നമ്മൾ ഫീറ്റസ് എങ്ങനെയാണ് കിടക്കുന്നത് എന്ന് പഠിക്കുന്നത്. സോ ഫസ്റ്റ് വേർഡ് നമുക്ക് ലൈ എന്താന്ന് പഠിക്കാം. ഓക്കെ, ലൈ എന്ന് വെച്ചാൽ എങ്ങനെയാണ് നമ്മൾ കിടക്കുന്നത് എങ്ങനെയാണ്. ഓക്കെ, ഇറ്റ് ഈസ് ദ റിലേഷൻഷിപ്പ്, നമ്മൾ കിടക്കുന്നതല്ല, നമ്മുടെ കുഞ്ഞ് കിടക്കുന്നത്. സോ ഇറ്റ് ഈസ് ദ റിലേഷൻഷിപ്പ് between the long axis of the fetus to the long axis of the uterus or maternal spine. അപ്പൊ അമ്മ നേരെയാണ് നിൽക്കുന്നത്, അല്ലെങ്കിൽ അമ്മ കിടക്കുവാണെങ്കിൽ മറ്റേണൽ സ്പൈൻ എങ്ങനെയാണ്, ഒരേ ഒരു നീളത്തിലാണ് ആ കിടക്കുന്നത്. അപ്പൊ ആ മറ്റേണൽ സ്പൈനിന്റെ ഇതിൽ തന്നെയാണ് നമ്മുടെ യൂട്രസ് നിൽക്കുന്നത്. യൂട്രസിന്റെ ആ ഒരു ലോങ്ങിവിറ്റി അല്ലെങ്കിൽ അതും എന്താണ്, ആ ഒരു ലോഞ്ചിറ്റ്യൂഡിനൽ ലൈനിൽ തന്നെയാണ്. സോ അതുമായിട്ട് കുഞ്ഞ് എങ്ങനെയാണ് കിടക്കുന്നത് എന്താണ്, അതായത് ഇപ്പൊ നോർമൽ മറ്റേണൽ സ്പൈൻ ഇങ്ങനെ പോവുകയാണെങ്കിൽ യൂട്രസും അങ്ങനെ തന്നെയാണ്. അപ്പൊ ഫീറ്റസിന്റെ ലോങ് ആക്സിസ് എന്ന് പറയുന്നത് എങ്ങനെയാ, ഈ വെർട്ടെക്സ് തൊട്ട് ഈ കോക്കിക്സ് വരെയുള്ളതിനെയാണ് നമ്മൾ ലോങ് ആക്സിസ് എന്ന് പറയുന്നത്. സോ ഈ ലോങ് ആക്സിസ് അമ്മയുടെ കൂടെ തന്നെയാണോ കിടക്കുന്നത്, അല്ലെങ്കിൽ അമ്മയുടെ മറ്റേണൽ സ്പൈനിന്റെ അലൈൻമെന്റിൽ തന്നെയാണോ എന്നുള്ളതാണ് നമ്മുടെ ലൈ എന്ന് പറയുന്നത്. സോ ഇറ്റ് ക്യാൻ ബി ലോഞ്ചിറ്റ്യൂഡിനൽ. ഈ ഫസ്റ്റ് കാണുന്നതാണ് നമ്മുടെ ലോഞ്ചിറ്റ്യൂഡിനൽ ലൈ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇതാണ് ലോഞ്ചിറ്റ്യൂഡിനൽ ലൈ എന്ന് പറയുന്നത്. കോമണസ്റ്റ് ആണ്, ഓൾമോസ്റ്റ് 99.5% കുഞ്ഞുങ്ങൾ ഇങ്ങനെ തന്നെയാണ് കിടക്കുന്നത്. ആൻഡ് ഇതും ലോഞ്ചിറ്റ്യൂഡിനൽ ലൈ ആണ്. ഇതെങ്ങനെയാണ് ലോഞ്ചിറ്റ്യൂഡിനൽ ലൈ ആയത്, അമ്മ ഇങ്ങനെ തന്നെയാണ്, പക്ഷെ യൂട്രസിന് ചെറിയൊരു ചരിവുണ്ട്, പക്ഷെ യൂട്രസിന്റെ ലോങ് ആക്സിസിൽ തന്നെയാണ് കുഞ്ഞ് കിടക്കുന്നത്. സോ ഇതും നമ്മുടെ ലോഞ്ചിറ്റ്യൂഡിനൽ ലൈ എന്നാണ് പറയുക. ബട്ട് അതർ വൺ നോക്കിയേ, ഒബ്ലിക് ലൈ ആണ്. ഇവിടെ എന്താ ഒബ്ലിക് ആവാൻ കാര്യം, ഇവിടെ ഈ ലോഞ്ചിറ്റ്യൂഡിനലും കുഞ്ഞ് ചരിഞ്ഞാണ് കിടക്കുന്നത്, ഇവിടെയും കുഞ്ഞ് ചരിഞ്ഞാണ്. പക്ഷെ ഇത് ഒബ്ലിക് ആവാൻ കാര്യം എന്താ, ഇവിടെ നമ്മുടെ യൂട്രസിന്റെ ലോങ് ആക്സിസ് എങ്ങനെയാ, നേരെ തന്നെ, പക്ഷെ ഇങ്ങനെ നിൽക്കുന്ന യൂട്രസിൽ ഇങ്ങനെയാണ് കുഞ്ഞ് കിടക്കുന്നത്. അപ്പൊ അതാണ് നമ്മുടെ ഒബ്ലിക് ലൈ ആയിട്ട് മാറിയത്. പക്ഷെ ഇവിടെയോ
ഈ ഫോട്ടോയിലോ സെക്കൻഡ് പിക്ചറിലോ ഇങ്ങനെ നിൽക്കുന്ന യൂട്രസിൽ ഇങ്ങനെ തന്നെയാണ് കുഞ്ഞ് കിടക്കുന്നത്. സോ അതുകൊണ്ടാണ് നമ്മൾ അതിനെ ലോഞ്ചിറ്റ്യൂഡിനൽ ലൈ എന്ന് പറയുന്നത്. അപ്പൊ മറ്റേണൽ സ്പൈനേക്കാട്ടിലും കൂടുതൽ നമ്മൾ യൂട്രസിന്റെ ലോങ് ആക്സിസുമായിട്ടാണ് നോക്കുന്നത് കേട്ടോ. നെക്സ്റ്റ് വൺ ഈസ് ട്രാൻസ്വേഴ്സ് ലൈ. ട്രാൻസ്വേഴ്സ് ലൈ എന്ന് പറയുമ്പോൾ നമ്മുടെ യൂട്രസ് ഇങ്ങനെ കിടക്കുന്നു, അതിന്റെ നേരെ പാരലൽ അല്ല, ഇങ്ങനെ ട്രാൻസ്വേഴ്സ് ആയിട്ടായിരിക്കും നമ്മുടെ കുഞ്ഞ് കിടക്കുന്നത്. സോ അതിനെയാണ് നമ്മൾ ട്രാൻസ്വേഴ്സ് ലൈ എന്ന് പറയുന്നത്. അപ്പൊ ഏറ്റവും കോമൺ ഏതാ? ലോഞ്ചിറ്റ്യൂഡിനൽ ലൈ. Then comes the presentation. So presentation എന്ന് പറഞ്ഞാൽ എന്താ? ഗിഫ്റ്റ് കൊടുക്കുന്നതാണോ presentation? അല്ല. So the part of the fetus that lies over the pelvic inlet and occupies the lower part of the uterus is called presentation. അതായത് that lies over the pelvic inlet. പെൽവിക്കിന്റെ ഇൻലെറ്റ് എന്ന് പറയുമ്പോൾ ഇൻലെറ്റ് ക്യാവിറ്റി, അത് പെൽവിസിലുണ്ട്. നമുക്ക് പെൽവിസിന്റെ പാർട്സ് ആയിട്ട് വരുമ്പോൾ ഫസ്റ്റ് ഇൻലെറ്റ്, പിന്നെ അതിന്റെ ക്യാവിറ്റി, ലാസ്റ്റിലാണ് ഔട്ട്ലെറ്റ്. സോ ആ ഇൻലെറ്റില് ഏത് പാർട്ടാണ് ഒക്കുപ്പൈ ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ പ്രസന്റേഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ക്യാൻ ബി സെഫാലിക്, ഷോൾഡർ, പെഡാലിക് ഓർ ബ്രീച്ച്. ഒന്നിൽ സെഫാലിക് എന്ന് പറയുമ്പോൾ നമ്മുടെ വെർട്ടെക്സ്, നമ്മുടെ ഹെഡ് ആയിരിക്കും പ്രസന്റ് ചെയ്യുന്നത്. ആൻഡ് അതർവൈസ് ഷോൾഡർ, ചിലപ്പോൾ നമ്മുടെ കുഞ്ഞിന്റെ ഷോൾഡർ ആയിരിക്കും ഈ പെൽവിക് ഇൻലെറ്റിൽ വന്ന് പ്രസന്റ് ചെയ്ത് കിടക്കുന്നത്. അല്ലെങ്കിൽ നമ്മുടെ പൊഡാലിക് അല്ലെങ്കിൽ ബ്രീച്ച്, കുഞ്ഞിന്റെ ബട്ടക്സ് ആയിരിക്കും വന്ന് കിടക്കുന്നത്. അപ്പൊ ഈ വെർട്ടെക്സിൽ തന്നെ കുഞ്ഞ് ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത ഇതാണെങ്കിൽ ഫേസ് പ്രസന്റേഷൻ കിട്ടും. കുറെ അങ്ങ് അകത്തേക്ക് ഫ്ലെക്സ് ചെയ്ത് കിടക്കുവാണെങ്കിൽ ബ്രോ പ്രസന്റേഷനും കിട്ടും. സോ സെഫാലിക് പ്രസന്റേഷൻ ആണ് ഏറ്റവും കോമൺ. പിന്നെ ഷോൾഡറും പ്രസന്റ് ചെയ്യാം, അല്ലെങ്കിൽ ഒഡാലിക് ഓർ ബ്രീച്ച് പ്രസന്റേഷനിലും വരാം. പിന്നെ വേറൊന്നാണ് കോമ്പൗണ്ട് പ്രസന്റേഷൻ. കോമ്പൗണ്ട് പ്രസന്റേഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു ഭാഗം കൊണ്ടൊന്നുമല്ല വരുന്നത്, ഒന്നിൽ കൂടുതൽ ഭാഗങ്ങളും അവിടെ ഇവിടെയൊക്കെ പെൽവിക് ഇൻലെറ്റിൽ കയറി വെച്ചിട്ടുണ്ട് ഈ കുഞ്ഞ് കേട്ടോ. സോ അതാണ് നമ്മുടെ കോമ്പൗണ്ട് പ്രസന്റേഷൻ എന്ന് പറയുന്നത്. സോ ഇഫ് മോർ ദാൻ വൺ പാർട്ട് ഓഫ് ദ ഫീറ്റസ് ഈസ് പ്രസന്റ്, ഇറ്റ് ഈസ് കോൾഡ് കോമ്പൗണ്ട്. ഇവിടെ നോക്കിയാൽ നമ്മുടെ വെർട്ടെക്സും ഉണ്ട്, നമ്മുടെ കൈ തന്നെ അവിടെ നേരെ മടക്കി വെച്ചതുകൊണ്ട് കൈയുടെ ഒരു കുഞ്ഞു പാർട്ടും അവിടെ വന്നിട്ടുണ്ട്. സോ ദാറ്റ് ഈസ് കോൾഡ് കോമ്പൗണ്ട് പ്രസന്റേഷൻ. സോ ഇതിൽ നമ്മൾ സെഫാലിക് പ്രസന്റേഷനെ പറ്റി പഠിക്കാം. ഇറ്റ് ഈസ് ദ കോമണസ്റ്റ്. എന്തുകൊണ്ടാണ് ഇത് കോമൺ ആകുന്നത്? നമ്മൾ ഇത്രയും നേരം പറഞ്ഞു സെഫാലിക് ഏറ്റവും കോമൺ എന്ന്. എന്തുകൊണ്ടാ? ബിക്കോസ് ഫസ്റ്റ് വൺ ആണ് ഗ്രാവിറ്റേഷൻ. ഹെവിയർ ഹെഡ് കംസ് ഡൗൺ ടു ദ ബോട്ടം. കുഞ്ഞകത്ത് നീന്തി തുടിച്ചൊക്കെ നടക്കുമല്ലേ, അപ്പൊ എപ്പോഴും ഭാരം എവിടെ? തലയ്ക്ക്. അപ്പൊ എങ്ങനെ പുള്ളി നീന്തി തുടിച്ചാലും കുറച്ച് കഴിയുമ്പോൾ എന്താ, ഈ ഭാരമുള്ള ഭാഗം നേരെ ഇങ്ങനെ താഴോട്ട് വരും. അപ്പൊ അത്രയും താഴെ വന്നൊക്കെ ഇങ്ങനെ കറങ്ങും. നമ്മൾ എൻഗേജ്മെന്റ് നടക്കുമ്പോൾ എന്ത് പറ്റുകയാണ്, ഇതങ്ങ് നേരെ താഴോട്ട്, ഈ ഹെവി ആയതുകൊണ്ട് ഈ ഭാഗം ഇങ്ങനെ താഴോട്ട് വന്നിരിക്കുകയാണ്. അതാണ് ഒരു റീസൺ. The next one is adaptation. Circumference of flexed head is 27.5 cm and of breech is 32.5 cm. അപ്പൊ സർക്കംഫറൻസ് കുറവ് ഏതാ? ഹെഡിന്റെ ആണ് സർക്കംഫറൻസ് കുറവ്, 27.5 ഉള്ളൂ. ബ്രീച്ചിന്റെ സർക്കംഫറൻസ് ഏരിയ കുറച്ച് കൂടുതലാണ്, 32.5. സോ ആ ഒരു ഇതിന്റെ അഡാപ്റ്റേഷനും കൊണ്ട് ഹെഡ് ആയിരിക്കും നമുക്ക് താഴേക്ക് പ്രസന്റ് ചെയ്യുക. And so the cephalic pole accommodates in the narrow lower pole of the uterus. യൂട്രസിന്റെ ഇതാണ് അപ്പർ പോൾ, ഇവിടെ കുറച്ചുകൂടെ വൈഡ് ആണ്. അപ്പൊ ഈ നാരോ ആണ് ഈ ഡൗൺ സൈഡ് എന്ന് പറയുന്നത് കുറച്ച് ഇടുങ്ങിയ ഭാഗമാണ്. സോ അങ്ങോട്ടേക്ക് നമ്മുടെ ആര് വന്ന് കയറും? നമ്മുടെ ഹെഡ്, നാരോ ആയിട്ടുള്ള ഹെഡ്. നാരോ ആണെങ്കിലും ഹെഡിന് ഭാരമാണ്, അപ്പം തലക്കനവും കൂടുതലാണ്. പക്ഷെ എന്നാൽ ആള് അവിടെ ഇച്ചിരി വലിപ്പക്കുറവുണ്ട്. പക്ഷെ അതുകൊണ്ട് ഈ ലോവർ പോൾ ഓഫ് ദ യൂട്രസിലേക്ക് വരും. അതാണ് നമ്മുടെ സെഫാലിക് പ്രസന്റേഷൻ ഏറ്റവും കോമൺ ആയിട്ട് കാണാനായിട്ടുള്ള കാര്യം.